കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ യേശുക്രിസ്തു തൻ്റെ പ്രാണനെ വിട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഇന്ന് ഗുഡ് ഫ്രൈഡേ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുഡ് ഫ്രൈഡേ ആചരിക്കുമ്പോൾ യേശു മരിച്ചല്ലോ എന്ന് വിചാരിച്ച് നിലവിളിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ന് നാം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പാപത്തിൽ നമ്മൾ കൊണ്ട് നാം നരകത്തിൽ പോകാതെ അവിടെ നിന്ന് നമുക്കൊരു രക്ഷ നൽകുവാനാണ് യേശുക്രിസ്തു ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വന്നത്. അപ്പോൾ വന്നു അങ്ങനെ മരിച്ചടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റതും. പ്രിയ ദൈവ പൈതലെ, നാം ഇന്ന് ഈ ലോകത്ത് നോക്കുമ്പോൾ പലരും കൊല്ലപ്പെടുന്നവരുമുണ്ട്, തന്നെത്താൻ ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട്, എന്നിട്ട് താനെ മരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരം മരണങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എങ്കിലും പക്ഷേ ഇതിൽ ആരും തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതല്ല. ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാളും തൻ്റെ ജീവിതത്തിന് വെറുത്തിട്ടാണ് അവർ ആ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നത്. അടുത്തവരാൽ കൊല്ലപ്പെടുന്നവരും അവർ ആ മരണത്തെ ആഗ്രഹിക്കുന്നില്ല, ഏതോ സന്ദർഭത്തിൽ അടുത്തവരായിട്ട് കൊല്ലപ്പെടുന്നു. അതേപോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും ആക്സിഡൻറ്റ് സംഭവിച്ച് ഞാൻ മരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് സംഭവിച്ചു പോകുന്നു. നോർമലി മരിക്കുന്നവരും ആ ഒരു മരണസമയം അറിയുകയാണെങ്കിൽ കർത്താവെ കുറച്ചുകൂടെ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കുന്നവരാണ് ഏറെ പേരും. പക്ഷേ മരണത്തെ ആസ്വദിച്ച് മരിക്കുന്നവരുമുണ്ട്. പക്ഷേ യേശു അങ്ങനെയല്ല, തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവപൈതരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഈ ലോകത്തിലുള്ള സർവ്വജനത്തിനും വേണ്ടി, ഇനി ജനിച്ചവർക്കും ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു ഒരിക്കലായിട്ട് തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പാപത്തിന് വേണ്ടിയും നമ്മുടെ ശാപത്തിന് വേണ്ടിയും നാം പാപത്തിലും ശാപത്തിലും അഴിഞ്ഞു പോകാതിരിപ്പാൻ കർത്താവ് ഒരിക്കലായിട്ട് തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ലോകം വിട്ട് കർത്താവ് പോയി. പ്രിയ ദൈവവേദന ഇവിടെ പറയുകയാണ്, പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എന്ന്. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്ന് പറയുന്നു. പ്രിയ ദൈവപൈതലെ, നമുക്കൊക്കെ ആർക്കൊക്കെ പറയുവാൻ കഴിയും, കർത്താവേ എൻ്റെ പ്രാണനെ അങ്ങയുടെ കരങ്ങൾ തരുന്നു, അങ്ങ് തന്നെ സൂക്ഷിക്കണമെന്ന് ഓരോ ദിവസവും നമ്മൾ പറയുകയാണെങ്കിൽ നാം ഈ ലോകം വിട്ട് പ്രാണൻ വിടുമ്പോൾ നമ്മുടെ പ്രാണൻ നേരെ കർത്താവിൻ്റെ കരങ്ങളിൽ പോകുവാനിടയാകും. പ്രിയ ദൈവപൈതലെ, ഈ ഒരു ദുഃഖവാരം ആചരിച്ച നാം, അല്ലെങ്കിൽ ഈ ഒരു ഗുഡ് ഫ്രൈഡേ ആചരിച്ചുകൊണ്ടിരിക്കുന്ന നാം നമ്മെ തന്നെ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി മരിച്ച ഒരു യേശു ഉണ്ട് എന്നും ഒരു നീതിമാനും ഒരു നിഷ്കളങ്കവുമായ ഒരു രക്തമാണ് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടതെന്നും നാം മറന്നു കളയരുത്. നാം അവനിൽ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ഒരു വിജയമായ ഒരു ജീവിതം ജീവിക്കുവാൻ കഴിയും. വചനങ്ങൾക്ക് അനുസരിച്ച് കീഴ്പ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തരും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ ഗുഡ് ഫ്രൈഡേ ആചരിച്ച ഞങ്ങൾ ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ദൈവമേ, ഇതൊരു നല്ലൊരു വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കർത്താവേ തന്നെത്താനെ ഏൽപ്പിച്ചു തന്ന ഈ ദിവസം കർത്താവേ, ഞങ്ങൾ ആചരിക്കുന്നതോട് വിടാതെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അങ്ങയുടെ വഴിയിൽ തന്നെ ജീവിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.